നമസ്കാരം, അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. തിരുവോണനാളിൽ അരൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒറ്റയാൾ ധർണാ സമരം നടത്തി ശ്രദ്ധ ആകർഷിച്ചത് അരൂർ പഞ്ചായത്ത് 16-ാം വാർഡ് ഭരണകക്ഷി മെമ്പറാണ്. അരൂർ പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറായ EV തിലകനാണ് തിരുവോണം നാളിൽ സമരവുമായി മുന്നിട്ടിറങ്ങിയത്. പഞ്ചായത്ത് ഗേറ്റിന് മുന്നിൽ ഇന്നു രാവിലെ 10 മണി മുതൽ 1 മണിക്കൂർ നേരം അദ്ദേഹം സമരം ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തി. സമരത്തിന് കാരണമായ ആവശ്യമുന്നയിക്കുന്ന പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചിരുന്നു. 16-ാം വാർഡിലെ തെരുവ് വിളക്കുകൾ കൃത്യമായി തെളിയിക്കുന്നതിനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനും കരാറുകാരൻ അമാന്തം കാണിക്കുന്നതിനെതിരെയായിരുന്നു സമരം. 16-ാം വാർഡിൽ കഴിഞ്ഞ 4 മാസമായി സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്നും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട കരാറുകാരനോടും അധികാരികളോടും പഞ്ചായത്ത് കമ്മിറ്റിയിലും പ്രസിഡന്റിനോടും ഈ വിഷയം സൂചിപ്പിച്ചിട്ടും നാളിതുവരെ ഒരു നടപടിയും എടുക്കാത്തതിലുള്ള പ്രതിഷേധമാണ് സമരത്തിലൂടെ അദ്ദേഹം വിശദീകരിച്ചത്. സമയവും സന്ദർഭവും നോക്കിയല്ല, ജനങ്ങൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൃശ്യങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ഒരു സാഹചര്യത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങളിൽ നിന്നുള്ള വളരെ രൂക്ഷമായ പ്രതിഷേധം എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ആ ജനങ്ങളുടെ ആ പ്രതിഷേധ വികാരം എന്നിലൂടെ അധികാരികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ സമരത്തിൻ്റെ ലക്ഷ്യം. ഞാൻ തിരുവോണ നാളിൽ ഇത്തരമൊരു സമരം ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്താനുണ്ടായ സാഹചര്യം, എൻ്റെ വാർഡിലെ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് കഴിഞ്ഞ 4 മാസക്കാലമായിട്ട് നടന്നിട്ടില്ല. ഈ സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസ് AMC എടുത്തിട്ടുള്ള വ്യക്തിയോട് പല പ്രാവശ്യം ഞാനിത് ആവശ്യപ്പെട്ടാണ് ഇത് മെയിൻ്റനൻസ് ചെയ്യുവാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡൻറ്റും ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി AMC എടുത്തിട്ടുള്ള കോൺട്രാക്ടറെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടിയന്തരമായി 2 ബാച്ച് നിങ്ങൾ ഇറക്കിക്കൊണ്ട് ഇത് മെയിൻ്റെയിൻ ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടത്. ഞാൻ പല പ്രാവശ്യം ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യപ്പെട്ടെങ്കിലും നാളിതുവരെ അവരത് ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ എൻ്റെ വാർഡിലെ ജനങ്ങളിൽ നിന്നുള്ള വളരെ രൂക്ഷമായ പ്രതിഷേധം എൻ്റെ വാർഡിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായ ജനപ്രതിനിധിയാണ്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിനെതിരായി പാർട്ടിയെ അണിനിരത്തുക എന്നുള്ളത് ശരിയായ നടപടിയല്ല എന്ന് ബോധ്യമുണ്ട്. പക്ഷേ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ വാർഡിലെ ജനങ്ങളുടെ വികാരം ഞാൻ അധികാരിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഒറ്റയാൾ സമരം തിരഞ്ഞെടുത്തത്. കഴിവില്ലായ്മ എന്ന് പറയാൻ കഴിയുന്നതല്ല. കാരണം AMC എടുത്തിട്ടുള്ള അതിൻ്റെ എഗ്രിമെൻ്റ് അനുസരിച്ച് അതാത് മാസക്കാലം മെയിൻ്റെനൻസ് ചെയ്യണമെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് എഗ്രിമെൻറ്റിൽ പറയുന്നത്. നിയമപരമായ ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആവശ്യം. അധികാരപ്പെട്ടിട്ടുള്ള പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ളവരാണ് അത് വിഷയങ്ങൾ ഞാൻ ഈ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വളരെ ആധികാരികമായി വിശദമായും അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഭരണ പ്രതിപക്ഷത്തിൻ്റെ വിഷയമായല്ല ഞാനിതിനെ കാണുന്നത്. ഇത് എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നിൽ അർപ്പിച്ചിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വാർഡിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അതായത് സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട പശ്ചാത്തല മേഖലയിൽ നല്ല നിലയിൽ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അത് വിവിധ ഏജൻസികളിൽ നിന്ന് കിട്ടിയ ഫണ്ടുകൾ ഉപയോഗിച്ച് അവിടെ പ്രവർത്തിച്ചു. ഈ സമരത്തെ സംബന്ധിച്ച് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ് അവിടെ ഞാൻ ഇങ്ങനെ ഒരു സമരം നടത്തുന്നുണ്ട് എന്ന വിവരം അറിയിച്ചിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയണമെന്നുള്ള നിലപാടെടുത്തെങ്കിലും ഞാൻ എൻ്റെ ജനങ്ങളുടെ വികാരം അധികാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചിലേക്ക് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. പഞ്ചായത്ത് മെമ്പറുടെ ഒറ്റയാൾ സമരം വിജയം കാണട്ടെ എന്ന് ആശംസിക്കുന്നു. അരൂർ വിഷൻ ന്യൂസിനു വേണ്ടി LS അശോക് കുമാർ.